ഇതുപോലൊക്കെ കാണിക്കുന്ന യുവമാരെ എന്താണ് പറയേണ്ടത്? ഇതാണോ ശരിക്കും ഭക്തി? 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കണ്ട് മോക്ഷം നേടാനായിട്ട് പോകുന്ന ആൾക്കാർ കാണിക്കുന്ന പരാക്രമങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾ ചെയ്യില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതുപോലത്തെ പ്രവർത്തികൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ കാര്യം അറിയാലോ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് മല കയറാനായിട്ട് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ആ ഒരു സമയത്താണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പോലും അറിയാതെ ആളുകൾ ഇമാതിരി പരാക്രമണമൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്ന അല്ലാതെ നമുക്ക് മോക്ഷം കിട്ടുമോ? തീർച്ചയായിട്ടും മോഷണം കിട്ടില്ല ഈ മാതിരിയുള്ള കാട്ടായം കാണിച്ചു കഴിഞ്ഞാൽ. കാരണം തിരക്കൊക്കെയാണ്, ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. എന്ന് വെച്ച് ഇതിലൊക്കെ പിടിച്ച് മതിലിൽ പിടിച്ച് വലിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് നിയന്ത്രിക്കേണ്ടത്. അത് അവരുടെ അഭാവം കൊണ്ട് തന്നെയാണ് ഈ കാട്ടായങ്ങൾ കാണിക്കുന്നത്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അവിടെയുള്ള മെഡിക്കൽ സജ്ജീകരണങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പിടിച്ച് വലിഞ്ഞു കയറാനൊക്കെ നിൽക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനെ ക്യൂ നിന്ന് 18-ാം പടി ചവിട്ടി കയറി പോകണമെന്നൊക്കെയാണ് മോക്ഷം കിട്ടുള്ളൂ. പക്ഷെ ഇത് അതുപോലും ചെയ്യുന്നില്ല. കാര്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥയും മനസ്സിലാക്കാം. പെട്ടെന്നുള്ള തിരക്ക് കാരണം ക്ഷമയൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കാം. ആ മാതിരി തിരക്കാണ്. തിരക്ക് വരുമ്പോൾ പക്ഷേ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഒരു രീതി കാണിക്കേണ്ടത്. നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ പുലിമുരുകൻ എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസായതിനു ശേഷം മൂറ്റുപുഴയിലാണ് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. കാരണം ആ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ അടിയിൽ കൂടെ കയറി ഈ പുലിമുരുകൻ കാണാൻ പോയ ഒരാൾ, അത് മരിയ തിയേറ്ററിലായിരുന്നു, ഐസക് മരിയ തിയേറ്ററിൽ. ആലോചിക്കുക. അതുപോലെയാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ആ പാതകൾ തന്നെ താണ്ടി തൊഴുത് കയറി മോഷണം തീർച്ചയായിട്ടും തൊഴുതാലാണ് ഒരു സംതൃപ്തി കിട്ടുള്ളൂ. ഇത് ചുമ്മാ ചാടി കയറി മുകളിലേക്ക് കയറി അത് വൻ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒന്ന് കൈ വിട്ടുപോയി ആ ആൾക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് തെന്നി വീണു. ചിലപ്പോൾ ഒരു തിരക്കിങ്ങനെ പോണേയായിരിക്കും. തിരക്ക് പെട്ടെന്നായിരിക്കും ഒന്ന് കുറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ നീങ്ങിപ്പോണം. അവിടെ വന്ന ആൾക്കാരെ മുഴുവൻ ചവിട്ടുള്ളൂല്ലേ. അപ്പം ഇത് അത്ര ശരിയായ ഏർപ്പാടല്ല.